തേങ്ങയൊന്നും ചേർക്കാതെ പുട്ടിനും പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഏതിൻ്റെ കൂടെയും നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത കടലയിലേക്ക് സവാള, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ. ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ, ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ വീണ്ടും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി, ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ റോസ്മെല്ല് മാറുന്ന വരെ നമുക്കൊന്നങ്ങ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്തിട്ട് ആ തക്കാളിയുടെ റോസ്മെല്ല് മാറുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നങ്ങ് മിക്സാക്കി എടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ, നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കടലുണ്ട്, അത് വെന്ത് വന്നിട്ടുണ്ട്, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അത്യാവശ്യം ഈ ചാറൊക്കെ ഒന്ന് വറ്റി ഒന്നങ്ങ് കുറുകി വരുമ്പോൾ നമ്മളുടെ കറി റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂരിയുടെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒക്കെ കൂടി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് കടുക് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി അങ്ങനെ കടുക് വറുത്തിട്ടാണ് ചെയ്തെടുത്തത്. അവസാനം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.